നമസ്കാരം. ക്രിസ്ത്യൻ ലൈവ് വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുൻപ് പ്രശ്നം പരിഹരിക്കാൻ ഉന്നതതല യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി. ഇംഗ്ലണ്ടിൽ മാർച്ച് 21 മുതൽ 18ാമത് IAG UK ആൻഡ് യൂറോപ്പ് നാഷണൽ കോൺഫറൻസ്. പുരോഹിതരും കന്യാസ്ത്രീകളും നികുതി അടയ്ക്കണമെന്ന് സുപ്രീം കോടതി. സിൽവർ ജൂബിലി നിറവിൽ ബദേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ദോഹ. വായുമലിനീകരണ തോത് അതീവ ഗുരുതരം. പാകിസ്ഥാനിൽ സ്കൂളുകൾ അടച്ചുപൂട്ടി. ഹിംസ് ഓഫ് ഹെവൻ ക്രിസ്ത്യൻ മെഗാ മ്യൂസിക്കൽ നൈറ്റ് ഡിസംബർ 22-ന്. ഡിസംബർ 7-ന് ചിക്കാഗോയിൽ PCNAT നാഷണൽ കമ്മിറ്റി. കീഴ്വായ്പൂരിൽ ഷാലോം ചർച്ച് ഓഫ് ഗോഡ് സുവിശേഷ യോഗം നവംബർ 24-ന്. നവംബർ 25-ന് ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റ് കല്ലേക്കാട് റിവൈവൽ ഫെസ്റ്റ് 2024. ഗിൽഗാൽ ബിബ്ലിക്കൽ സെമിനാരി 16ാമത് ഗ്രാജുവേഷൻ ഷാർജയിൽ. പാസ്റ്റർ സാം പത്തനാവിളയിൽ ജസ്റ്റിസ് ഓഫ് ദി പീസ് ന്യൂസിലാൻഡ് സ്ഥാനാപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. വാർത്തകൾ വിശദമായി. മുൻപ് പ്രശ്നം പരിഹരിക്കാൻ ഉന്നതതല യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി. മുൻപ് ഭൂമി പ്രശ്നം ഉന്നതതല യോഗം ചേർന്ന് ഉടൻ പരിഹരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ഉപതെരഞ്ഞെടുപ്പിന് ശേഷം നവംബർ 22-നാണ് നിലവിൽ യോഗം നിശ്ചയിച്ചിരിക്കുന്നത്. എറണാകുളം ഗസ്റ്റ് ഹൗസിൽ മുനമ്പ് ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനുമായി നവംബർ 11 തിങ്കളാഴ്ച സമരസമിതി അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ചർച്ചയിൽ മുനമ്പത്ത് നിന്ന് ആരെയും കുടിയൊഴിപ്പിക്കുകയില്ലെന്ന് മന്ത്രി P. രാജീവും പറഞ്ഞു. മുനമ്പത്തിൻ്റെ കണ്ണീർ തോരാനുള്ള ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സമരസമിതി നേതാവ് ബിഷപ്പ് ആംബ്രോസ് പുത്തൻവീട്ടിൽ പറഞ്ഞു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാകുമെന്നും ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തിരിക്കാൻ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇംഗ്ലണ്ടിൽ മാർച്ച് 21 മുതൽ 18ാമത് IAG UK ആൻഡ് യൂറോപ്പ് നാഷണൽ കോൺഫറൻസ്. 2025 മാർച്ച് 21 മുതൽ 23 വരെ മാഞ്ചസ്റ്ററിലെ ജെയിൻ കമ്മ്യൂണിറ്റി സെൻറ്ററിൽ നടക്കുന്ന 18ാമത് IAG UK ആൻഡ് യൂറോപ്പ് നാഷണൽ കോൺഫറൻസ് ചെയർമാൻ റവറൻഡ് ബിനോയ് എബ്രഹാം ഉദ്ഘാടനം ചെയ്യും. പ്രസ്തുത മീറ്റിംഗിൽ പാസ്റ്റർ സുഭാഷ് കുമരകം മുഖ്യ സന്ദേശം നൽകും. വിവിധ റീജിയനുകളിൽ നിന്നുള്ള IAG കൊയർ സംഗീത ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. കോൺഫറൻസിൽ യുവജനങ്ങൾക്കും സഹോദരിമാർക്കും പ്രത്യേക സെഷനുകൾ ഉണ്ടായിരിക്കും. മീറ്റിംഗിൻ്റെ സുഗമമായ നടത്തിപ്പിനായി പാസ്റ്റർ ജോൺ ലീ ഫിലിപ്പ് കോൺഫറൻസ് ചെയർമാനായും പാസ്റ്റർ സാംസൺ ഡാനിയൽ കോൺഫറൻസ് ലോക്കൽ കോർഡിനേറ്ററായും പ്രവർത്തിച്ചു വരുന്നു. പുരോഹിതരും കന്യാസ്ത്രീകളും നികുതി അടയ്ക്കണമെന്ന് സുപ്രീം കോടതി. സർക്കാർ എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന പുരോഹിതരും കന്യാസ്ത്രീകളും ശമ്പളത്തിൽ നിന്ന് നിർബന്ധമായും നികുതി അടയ്ക്കണമെന്ന് സുപ്രീം കോടതി. ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചിൻ്റേതാണ് ഉത്തരവ്. പുരോഹിതരുടെയും കന്യാസ്ത്രീകളുടെയും ശമ്പളത്തിൽ നിന്ന് നികുതി പിരിക്കുന്നതിനെതിരെ കത്തോലിക്ക സഭയിലെ പുരോഹിതരും കന്യാസ്ത്രീകളും നൽകിയ 93 അപ്പീലുകൾ തള്ളിക്കൊണ്ടാണ് സുപ്രീം കോടതിയുടെ വിധി. ദാരിദ്ര്യവ്രതം ജീവിതചര്യയായി സ്വീകരിച്ചിരിക്കുന്ന വൈദികരുടെയും കന്യാസ്ത്രീകളുടെയും ശമ്പളം കൈപ്പറ്റുന്ന അവരുടെ രൂപതകളോ ഭദ്രാസനങ്ങളോ ആണ്. ലഭിക്കുന്ന ശമ്പളം വ്യക്തിപരമായി ഉപയോഗിക്കുന്നില്ല എന്നായിരുന്നു മുഖ്യ പരാതിക്കാരായ ഫ്രാൻസിസൻ മിഷണറീസിൻ്റെ വാദം. എന്നാൽ സുപ്രീം കോടതി ഇത് അംഗീകരിച്ചില്ല. ശമ്പളം വ്യക്തികൾക്കാണ് ലഭിക്കുന്നത്. ആ പണം അവരുടെ അക്കൗണ്ടിലേക്കാണ് എത്തുന്നതെന്ന് ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ചൂണ്ടിക്കാട്ടി. ദാരിദ്ര്യവ്രതം സ്വീകരിച്ചു എന്ന് അവകാശപ്പെടുമ്പോഴും ശമ്പളം സ്വീകരിക്കുന്നുണ്ട്. പള്ളിയോ ഭദ്രാസനമോ രൂപതയോ ആണ് പണം ചെലവാക്കുന്നതെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ശമ്പളമായി ലഭിക്കുന്ന തുകയ്ക്ക് നികുതി പിടിക്കുന്നതിൽ തെറ്റില്ല. നിയമം എല്ലാവർക്കും തുല്യമാണ്. ശമ്പളം കൈപ്പറ്റുന്ന എല്ലാവരും നികുതി കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്ന് ചീഫ് ജസ്റ്റിസ് നിരീക്ഷിച്ചു. സിൽവർ ജൂബിലി നിറവിൽ ബദേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ദോഹ. 1999 മെയ് മാസം പ്രാർത്ഥിച്ച് ആരംഭിച്ച ബദേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ദോഹ ദൈവസഭയുടെ സിൽവർ ജൂബിലി കൺവെൻഷനും മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ് മുതലായ വിവിധ ഭാഷകളിലുള്ള കൂടിവരവുകളുടെ സംയുക്ത ആരാധനയും നവംബർ 20 മുതൽ 22 വരെയുള്ള തീയതികളിൽ നടക്കും. ബദേൽ AG ദോഹ ദൈവസഭ സ്ഥാപകനും പ്രസിഡന്റുമായ പാസ്റ്റർ കുര്യൻ സാമുവൽ, സീനിയർ പാസ്റ്റർ PM ജോർജ് എന്നിവർ നേതൃത്വം നൽകുന്ന യോഗങ്ങളിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് മലയാളം ഡിസ്ട്രിക്ട് സൂപ്രണ്ട് പാസ്റ്റർ TJ സാമുവൽ മുഖ്യ പ്രസംഗകൻ ആയിരിക്കും. ബദേൽ AG കൊയർ സംഗീത ആരാധനയ്ക്ക് നേതൃത്വം നൽകും. കൺവെൻഷൻ്റെ സുഗമമായ നടത്തിപ്പിനായി സെക്രട്ടറി ജോർജ് വർഗീസിൻ്റെ നേതൃത്വത്തിൽ വിവിധ സബ് കമ്മിറ്റികൾ രൂപീകരിച്ച് പ്രവർത്തിച്ചു വരുന്നു. വായുമലിനീകരണം തോത് അതീവ ഗുരുതരം. പാകിസ്ഥാനിൽ സ്കൂളുകൾ അടച്ചുപൂട്ടി.
വായുമലിനീകരണ തോത് അതീവ ഗുരുതരമായത് മൂലം പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യ പാർക്കുകളും സ്കൂളുകളും അടച്ചു. സൗത്ത് പഞ്ചാബിലെ വായു ഗുണനിലവാരം സൂചിക നവംബർ 8 വെള്ളിയാഴ്ച 2000 മുകളിലെത്തിയതോടെയാണ് സർക്കാർ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയത്. വെള്ളിയാഴ്ച മുതലാണ് പാർക്കുകളും സ്കൂളുകളും അടച്ചുള്ള നിയന്ത്രണം നിലവിൽ വന്നത്. നിലവിൽ 12 ജില്ലകൾക്ക് നിയന്ത്രണമുണ്ട്. ഹിംസ് ഓഫ് ഹെവൻ ക്രിസ്ത്യൻ മെഗാ മ്യൂസിക്കൽ നൈറ്റ് ഡിസംബർ 22. കേരളത്തിലെയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള പ്രശസ്ത ക്രൈസ്തവ ഗായകരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മെഗാ മ്യൂസിക്കൽ നൈറ്റ് നടക്കും. മുംബൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കർമേൽ മീഡിയ വിഷൻ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ഹിംസ് ഓഫ് ഹെവൻ എന്ന് പേരിട്ടിരിക്കുന്ന ഈ മെഗാ മ്യൂസിക്കൽ നൈറ്റിന് പ്രശസ്ത ഗോസ്പൽ ഗായകരായ ലാലു പാമ്പാടി, പ്രശസ്ത സിനിമാ പിന്നണി ഗായികയായിരുന്ന സിസിലി എബ്രഹാം തുടങ്ങിയവർ നേതൃത്വം നൽകും. ഇന്ത്യ ദൈവസഭ സെൻട്രൽ വെസ്റ്റ് റീജിയൻ ഓവർസിയർ റവറൻ EP സാംകുട്ടി മുഖ്യ സന്ദേശം നൽകും. ഡിസംബർ 7 ചിക്കാഗോയിൽ പീസിനാക് നാഷണൽ കമ്മിറ്റി 2026 ചിക്കാഗോയിൽ നടക്കുന്ന ബെന്തകോസ്റ്റൽ കോൺഫറൻസ് ഓഫ് നോർത്ത് അമേരിക്കയുടെ നാഷണൽ കമ്മിറ്റി ഡിസംബർ 7 ചിക്കാഗോയിൽ നടക്കും. നാഷണൽ കൺവീനർ പാസ്റ്റർ ജോർജ് കെ സ്റ്റീഫൻസൺ അധ്യക്ഷത വഹിക്കും. നാഷണൽ സെക്രട്ടറി സാം മാത്യു കോൺഫറൻസിൻ്റെ നയരൂപീകരണ രേഖ സമർപ്പിക്കും. നാഷണൽ ട്രഷറർ പ്രസാദ് ജോർജ് CPA ബഡ്ജറ്റ് അവതരിപ്പിക്കും. തുടർന്ന് നടക്കുന്ന ചർച്ചകൾക്ക് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി എത്തിച്ചേരുന്ന നാഷണൽ കമ്മിറ്റി അംഗങ്ങൾ നേതൃത്വം നൽകും. വിവിധ സബ് കമ്മിറ്റികളുടെ രൂപീകരണവും അന്ന് നടക്കും. നാഷണൽ യൂത്ത് ഡയറക്ടറും ഇംഗ്ലീഷ് സെഷൻ കൺവീനറുമായ ഡോക്ടർ ജോനാഥൻ ജോർജ്, നാഷണൽ ലേഡീസ് കോർഡിനേറ്റർ ജീന വിൽസൺ എന്നിവരും വിവിധ പ്ലാനുകൾ അവതരിപ്പിക്കും. കീഴ്വായ്പൂർ ശാലേം ചർച്ച് ഓഫ് ഗോഡ് സുവിശേഷ യോഗം നവംബർ 24. കീഴ്വായ്പൂര് ശാലോം ചർച്ച് ഓഫ് ഗോഡിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ 24 ഞായറാഴ്ച കീഴ്വായ്പൂര് സഭാ ഹാളിൽ സിൽവർ ജൂബിലി സ്തോത്ര ശുശ്രൂഷയും സുവിശേഷ യോഗവും നടക്കും. പാസ്റ്റർ PG മാത്യൂസ് അധ്യക്ഷത വഹിക്കുന്ന യോഗത്തിൽ സ്റ്റേറ്റ് ഓവർസിയർ പാസ്റ്റർ Y റെജി മുഖ്യ സന്ദേശം നൽകും. യോഗത്തിൽ ആൻഡോ ആന്റണി MP മുഖ്യ അതിഥിയായിരിക്കും. ശാലോം വോയിസ് ഗാൻ ശുശ്രൂഷ നിർവഹിക്കും. പാസ്റ്റർ ബെന്നി ജോസഫ് നേതൃത്വം നൽകും. നവംബർ 25 ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റ് കല്ലേക്കാട് റിവൈവൽ ഫെസ്റ്റ് 2024. ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റ് കല്ലേക്കാട് സഭയുടെ ആഭിമുഖ്യത്തിൽ നവംബർ 25 വൈകുന്നേരം 5:30 മുതൽ രാത്രി 9 മണി വരെ മങ്കര താവളത്തിൽ റിവൈവൽ ഫെസ്റ്റ് 2024 നടക്കും. COG പാലക്കാട് സെൻറ്റർ മിനിസ്റ്റർ പാസ്റ്റർ ME റെജി ഉദ്ഘാടനം നിർവഹിക്കും. COG അസിസ്റ്റന്റ് ഓവർസിയർ റവറൻ ഡോക്ടർ ഷിബു K മാത്യു പ്രസംഗിക്കും. തൃശൂർ എഫദ വോയിസ് വർഷിപ്പ് നയിക്കും. ചർച്ച് പാസ്റ്റർ റെജി സ്റ്റീഫൻ നേതൃത്വം നൽകും. ഗിൽഗാൽ ബിബ്ലിക്കൽ സെമിനാരി 16ാമത് ഗ്രാജുവേഷൻ ഷാർജ വേദിയാകുന്നു. ഷാർജ വർഷിപ്പ് സെന്ററിൽ ഡിസംബർ 3 ചൊവ്വാഴ്ച ഗിൽഗാൽ ബിബ്ലിക്കൽ സെമിനാരി 16ാമത് ഗ്രാജുവേഷൻ നടക്കും. ഗിൽഗാൽ വൈസ് പ്രസിഡന്റ് റവറൻ ഷാൻ മാത്യുവിന്റെ അധ്യക്ഷതയിൽ ചർച്ച് ഓഫ് ഗോഡ് റീജിയണൽ സൂപ്രണ്ട് റവറൻ ഡോക്ടർ സുശീൽ മാത്യു മുഖ്യ അതിഥിയായി സന്ദേശം നൽകും. ഗ്രാജുവേറ്റ് ആകാൻ യോഗ്യത ലഭിച്ച വിദ്യാർത്ഥികളെ അക്കാദമിക് ഡീൻ പരിചയപ്പെടുത്തുകയും സെമിനാരി പ്രസിഡന്റ് റവറൻ ഡോക്ടർ KO മാത്യു ബിരുദദാനം നടത്തുകയും ചെയ്യും. സെമിനാരി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വൈസ് പ്രസിഡന്റ് ബിഷപ്പ് ഷാൻ മാത്യു, പ്രിൻസിപ്പൽ ഡോക്ടർ TM ജോയൽ, അക്കാദമിക് ഡീൻ റവറൻ സുനീഷ് ജോൺസൺ, സിസ്റ്റർ നിഷ നൈനാൻ, അഡ്മിനിസ്ട്രേറ്റർ റവറൻ ജോസഫ് കോശി, ഡീൻ ഓഫ് സ്റ്റുഡൻസ് റവറൻ ഗ്ലാഡ്സൺ വർഗീസ്, സിസ്റ്റർ എലിസബത്ത് സുനീഷ് എന്നിവർ ഉൾപ്പെടുന്ന വിപുലമായ സംഘാടക സമിതി പ്രവർത്തിച്ചു വരുന്നു. അധ്യാപക വിദ്യാർത്ഥി സമൂഹം മുഴുവനായും പങ്കെടുക്കുന്ന ഈ സെറിമണിയിൽ ചർച്ച് യുണൈറ്റഡ് കൊയർ സംഗീത ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകും. പാസ്റ്റർ സാം പത്തനാവിളയിൽ ജസ്റ്റിസ് ഓഫ് ദി പീസ് ന്യൂസിലാൻഡ് സ്ഥാനാപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ച് ന്യൂസിലാൻഡ് ആൻഡ് ഓസ്ട്രേലിയ റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ സാം പത്തനാവിളയിൽ ജസ്റ്റിസ് ഓഫ് ദി പീസ് സ്ഥാനാപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ആദ്യമായാണ് ഒരു മലയാളിയായ പാസ്റ്റർ ഈ സ്ഥാനത്തേക്ക് ചുമതലയേൽക്കുന്നത്. കഴിഞ്ഞ നവംബർ 7 ഹാമിൽട്ടണിലുള്ള ഡിസ്ട്രിക്ട് കോർട്ടിൽ വെച്ച് ഡിസ്ട്രിക്ട് കോർട്ട് ജഡ്ജ് കോളിൻസ് ആണ് ഔദ്യോഗികമായി തന്നെ ഈ സ്ഥാനത്തേക്ക് നിയമിച്ചത്. തിരുവനന്തപുരം സ്വദേശിയാണ് പാസ്റ്റർ സാം പത്തനാവിളയിൽ. മുൻപ് പ്രശ്നം പരിഹരിക്കാൻ ഉന്നതതല യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി. ഇംഗ്ലണ്ടിൽ മാർച്ച് 21 മുതൽ 18ാമത് IAG UK ആൻഡ് യൂറോപ്പ് നാഷണൽ കോൺഫറൻസ്. പുരോഹിതരും കന്യാസ്ത്രീകളും നികുതി അടയ്ക്കണമെന്ന് സുപ്രീം കോടതി. സിൽവർ ജൂബിലി നിറവിൽ ബദേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ദോഹ. വായുമലിനീകരണ തോത് അതീവ ഗുരുതരം. പാകിസ്ഥാനിൽ സ്കൂളുകൾ അടച്ചുപൂട്ടി. ഹിംസ് ഓഫ് ഹെവൻ ക്രിസ്ത്യൻ മെഗാ മ്യൂസിക്കൽ നൈറ്റ് ഡിസംബർ 22
ഡിസംബർ 7 ചിക്കാഗോയിൽ PC നാഷണൽ കമ്മിറ്റി. കീഴ്വായ്പൂർ ഷാലോം ചർച്ച് ഓഫ് ഗോഡ് സുവിശേഷ യോഗം നവംബർ 24. നവംബർ 25 ചർച്ച് ഓഫ് ഗോഡ് ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റ് കല്ലേക്കാട് റിവൈവൽ ഫെസ്റ്റ് 2024. ഗിൽഗാൽ ബിബ്ലിക്കൽ സെമിനാരി 16ാമത് ഗ്രാജുവേഷൻ ഷാർജായി. പാസ്റ്റർ സാം പത്തനാവിളയിൽ ജസ്റ്റിസ് ഓഫ് ദി പീസ് ന്യൂസിലാൻഡ് സ്ഥാനാപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്നത്തെ പ്രധാന വാർത്തകൾ ഇവിടെ കഴിയുന്നു. അടുത്ത ആഴ്ച പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.